ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ മേജറായിട്ട് നോക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ലൊക്കേഷൻ, ലൊക്കേഷൻ, ലൊക്കേഷൻ. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷന്. നമ്മൾ എവിടെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഒരു ഫ്ലാറ്റോ വില്ലയോ ഒരു പ്ലോട്ടോ എന്ത് വാങ്ങിച്ചാലും, ഇപ്പോൾ ദുബായിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ലൊക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. പ്ലസ് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ ആ ഡെവലപ്പറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, കാരണം പലപ്പോഴും നമ്മൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഡെവലപ്പർ എത്ര പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, സമയത്ത് തീർത്തിട്ടുണ്ടോ, അവരുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം. റെഡി ടു ഓക്കുപൈ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം കണ്ടു വാങ്ങിക്കുകയാണല്ലോ. കാരണം അണ്ടർ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ഇത് തീർക്കുമെന്നുള്ളൊരു ഉറപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയാലേ പറ്റത്തുള്ളൂ. പിന്നെ നോക്കേണ്ടത് ആ പ്രോജക്റ്റിൽ എന്തൊക്കെ ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസ്, ഇതൊക്കെ നമുക്കൊരു കംഫർട്ടബിൾ സ്റ്റേക്ക്, നമുക്ക് റിക്വയർമെന്റ്സ് ഒക്കെ മാച്ച് ആയി പോകാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ. പിന്നെ ഡെഫിനറ്റ്ലി ദുബായ് പോലൊരു സ്ഥലത്ത് ലീഗൽ കംപ്ലയൻസസ് ഓൾമോസ്റ്റ് അത് ഗവൺമെന്റ് തന്നെ റെഗുലേറ്റഡ് ആയതുകൊണ്ട് നോക്കിയിട്ട് റെറ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ഫുൾഫിൽഡ് ആയിരിക്കും. പിന്നെ ഒരു നല്ല ബ്രോക്കറിനെയും കൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ ഒരു പ്രോപ്പർട്ടി ഫൈനലൈസേഷൻ ചെയ്യാൻ പറ്റും.